നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന പ്രവാസി മലയാളികൾ അടിയന്തരമായി നാട്ടിലെത്തിച്ചേരാൻ അനവധി ശ്രമങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ അനുമതി പ്രകാരം വന്ദേ ഭാരത് എന്ന പദ്ധതി പ്രകാരം പ്രവാസികൾ നാട്ടിലെത്താൻ തുടങ്ങിയത്. അവിടെയും അവസാനിക്കുന്നില്ല. അനർഹരായവരെ യാത്രയ്ക്ക് വിധേയരാക്കുന്നു എന്ന് മാത്രമല്ല, ഇഴഞ്ഞു നീങ്ങുന്നതായുള്ള ഖ്യാതിയും ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് നിരവധി പേരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ചാർട്ടേഡ് വിമാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ അനുമതി ലഭ്യമാകുന്നത്. കൊറോണ ഉളവാക്കിയ ഭീതിയിൽ നിന്നും പ്രവാസികൾക്ക് അല്പം ആശ്വാസം നൽകിയ വാർത്ത കൂടിയായിരുന്നു അത്. ആശ്വാസത്തിന് വിരാമം നൽകിക്കൊണ്ട് കേരളത്തിന്റെ പുതിയ വ്യവസ്ഥ വന്നു. കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ നാട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ രജിസ്റ്റർ ചെയ്ത UAE-യിൽ കേരളത്തിലേക്ക് പോകാൻ നിരവധി ചാർട്ടേഡ് വിമാനങ്ങളാണ് സജ്ജമായിട്ടുള്ളത്. മറ്റു ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് പിന്നാലെ UAE-യും കോവിഡ് നെഗറ്റീവ് രേഖ നിർബന്ധമാക്കുകയാണ്. പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് കോൺസുൽ ജനറൽ വിപുൽ പറയുകയുണ്ടായി. സൗദിയും ഒമാനും നേരത്തെ തന്നെ ഇക്കാര്യം പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ചാർട്ടേഡ് വിമാനങ്ങൾ പറക്കുന്നത് UAE-യിൽ നിന്നാണ് എന്നതിനാൽ തന്നെ തീരുമാനം നൂറുകണക്കിന് പ്രവാസികളുടെ മടക്കയാത്രയെ അവതാളത്തിലാക്കും. ഈ മാസം തന്നെ 100-ലധികം ചാർട്ടേഡ് വിമാനങ്ങളാണ് കേരളത്തിലേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇവയിൽ യാത്ര ചെയ്യേണ്ടവരെല്ലാം കോവിഡ് പരിശോധനയ്ക്ക് വിധേയമായി കോവിഡ് നെഗറ്റീവ് ആണെന്ന സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കേണ്ടി വരും. ചാർട്ടേഡ് വിമാനങ്ങളിൽ കേരളത്തിലേക്ക് വരുന്നവർ കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്ന കേരള സർക്കാരിന്റെ തീരുമാനത്തെ തുടർന്നാണ് ഗൾഫിലെ ഇന്ത്യൻ എംബസികൾ മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തിയത്. കോവിഡ് പരിശോധനയ്ക്ക് എംബസികൾ സൗകര്യമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള എംബസികൾക്ക് കത്തയച്ചിരുന്നു. കേരളത്തിലേക്ക് പറക്കുന്ന വിമാനങ്ങൾക്ക് മാത്രമാണ് ഈ നിബന്ധന ബാധകമാവുക. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന വിമാനങ്ങൾക്കും വന്ദേ ഭാരത് വിമാനങ്ങൾക്കും ഈ നിബന്ധന ഇല്ല എന്നത് വിവാദങ്ങൾക്ക് കാരണമാകുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.